ലോക പ്രശസ്തമായ വെന്നീസിലെ അത്ര തന്നെ പ്രശസ്തമായ ഒരു ചെറുപട്ടണം, അതാണ് ബുറാനോ. മഴവില്ലിന്റെ നിറമുള്ള പട്ടണം എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിമനോഹരമായ കനാലുകളുള്ള, എന്നാൽ അധികം സഞ്ചാരികളുടെ ശ്രദ്ധയിൽപ്പെടാത്തതുമായ ഈ കൊച്ചു ദ്വീപിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ലെറ്റ്സ് സീ പ്ലേസസ്. ലെറ്റ്സ് എക്സ്പ്ലോർ ബുറാനോ. വെനീസിൽ നിന്ന് 45 മിനിറ്റ് ബോട്ടിൽ യാത്ര ചെയ്താലാണ് ബുറാനോയിൽ എത്താൻ പറ്റുക. ഈ ദ്വീപിലോട്ട് അടുക്കുമ്പോൾ തന്നെ കണ്ണടിച്ചു പോകുന്ന നിറത്തിലുള്ള വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. വീടുകൾ ഇങ്ങനെ ബ്രൈറ്റ് നിറത്തിൽ പെയിന്റ് ചെയ്യുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. മത്സ്യബന്ധനമായിരുന്നു ഇവിടുത്തുകാരുടെ പ്രധാന ഉപജീവനമാണ്. പല സമയത്തും കനത്ത മൂടൽമഞ്ഞ് പൊതിയുന്ന ഈ ദ്വീപിൽ വള്ളങ്ങളിൽ വരുമ്പോൾ തങ്ങളുടെ വീട് കണ്ടുപിടിക്കാൻ അവർ കണ്ടുപിടിച്ചൊരു വിദ്യയാണ് ഈ പെയിന്റിംഗ്. കൊള്ളാല്ലേ? വെറും 2800 ആളുകൾ താമസിക്കുന്ന ഒരു കൊച്ചു ദ്വീപാണ് ബുറാനോ. വളരെ ചെറിയ ദ്വീപായതുകൊണ്ട് തന്നെ വീടുകൾക്കിടയിൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെ മതിലുകളൊന്നും കെട്ടാനുള്ള സ്ഥലമില്ല. ഈ വീഡിയോയിൽ നമുക്ക് കാണാം, ഒരു വീടിൻ്റെ ഭിത്തിയോട് ചേർന്ന് തന്നെയാണ് അടുത്ത വീടുമുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വീടിന് ഒരു ബൗണ്ടറി കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടുത്തുകാർ ഈ ഒരു പെയിന്റിംഗ് രീതി ഉപയോഗിച്ചതെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും അവരത് നിലനിർത്തി പോരുന്നുണ്ട്. വീട് പണിയുമ്പോൾ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിൽ നിന്നും മറ്റും നമ്മൾ അപ്രൂവൽ വാങ്ങാറില്ലേ, അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളിൽ പെയിന്റ് ചെയ്യുന്നതിന് റെഗുലേഷൻസ് ഉണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയ കിടിലൻ സ്ഥലമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല പെർഫെക്റ്റ് ഫ്രെയിംസ്. ഇവിടെ ഒരുപക്ഷെ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെയാണ്. റോമൻ എംപയറിന്റെ തകർച്ചയോടുകൂടി ഇറ്റലിയിൽ നിന്നും ആളുകൾ കുടിയേറി പാർത്തുണ്ടായ ഒരു കുടിയേറ്റ ദ്വീപാണ് വെനീസും ഈ ബുറാനയുമെല്ലാം. 16-ാം നൂറ്റാണ്ടോടുകൂടി ലേസ് മേക്കിങ്ങിന്റെ സെന്ററായി ബുറാനോ അറിയപ്പെടാൻ തുടങ്ങി. അമേരിക്കൻ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഒരൊറ്റ സ്ക്വയറേ ഉള്ളൂ, അതാണ് പിയാസ ഗലൂപ്പി. ബുറാനോയുടെ ഒരു ലോക്കൽ ഹബ്ബാണ് ഇവിടെ. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസും സുവനീർ ഷോപ്സും ഇവിടെയുണ്ട്. പിസയിലെ ചരിഞ്ഞ ഗോപുരം പോലെ തന്നെ ഇവിടെയും ഒരു ചരിഞ്ഞ ബെൽ ടവർ ഉണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ ലാൻഡ്മാർക്ക് കൂടിയാണ് ഈ ലീനിങ് ബെൽ ടവർ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇവിടുത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ ലേസ് മ്യൂസിയം. മാർലറ്റോ എന്ന ഇവിടുത്തെ ലേസ് യൂറോപ്പിൽ എങ്ങും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. ലേസ് മേക്കിംഗ് എന്ന ഈ ആർട്ട് കൂടുതലും പാരമ്പര്യമായി കൈമാറ്റം ചെയ്തു വന്നിട്ടുള്ളതാണ്. ഈ ആർട്ട് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ലേസ് സ്കൂളാണ് പിന്നീട് ലേസ് മ്യൂസിയമായി മാറിയിട്ടുള്ളത്. ഇപ്പോഴും ഈ ട്രഡീഷൻ അവർ വിട്ടിട്ടില്ല. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ലേസ് വർക്കുകൾ ഇപ്പോഴും നമുക്ക് ബുറാനോയിൽ നിന്ന് മേടിക്കാൻ പറ്റും. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സുന്ദര ദ്വീപാണ് ബുറാനോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വെനീസിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബുറാനോയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു ഫ്രീ പോക്കറ്റ് ഗൈഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്.